മന്ത്രി ഗണേഷ് കുമാറിന്റെ വിഷയം പറഞ്ഞ് പരിഹരിച്ച് എല്ലാം ഒത്തുതീർപ്പായി. ഇനി അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയവരും പ്രതിഷേധം അറിയിച്ചവരും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അടക്കം പോസ്റ്റ് ഇട്ടവരും എല്ലാം ചമ്മി നാറി എല്ലാവരെയും നാട്ടിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ. എന്റെ ഭർത്താവിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, അദ്ദേഹത്തെ ആരും ഒന്നും പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ ഇതാ തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവൻ വിശുദ്ധനും ഒക്കെ ആക്കി ആ പ്രശ്നം അവസാനിപ്പിച്ചു. പക്ഷേ ഇതിൽ പെട്ടുപോയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ മാർച്ചോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞതോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇപ്പൊ കെ മുരളീധരൻ അടക്കം പറഞ്ഞതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ പെണ്ണുപിടിയിൽ പെട്ടുപോയത് കോൺഗ്രസ് ആണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇന്നലെ ജബി മേത്തർ കോൺഗ്രസിന്റെ തിളയ്ക്കുന്നുണ്ട്. അവരങ്ങ് നിന്നിടത്ത് നിന്ന് മേപ്പൊട്ടി ആടുമായിരുന്നു. അപ്പം ഇതിനകത്ത് KSUവിന്റെ ഒരു നേതാവായത് വെളിയിൽ കൊണ്ടു കൃഷ്ണൻ കിട്ടിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മേളമായിരുന്നു. ഒരു കാര്യത്തില് ഇയാളെ ഞാൻ സംബന്ധിച്ചു, ഇയാൾ ഇതിനകത്ത് ഉസ്താദാ, അതെല്ലാവരും അങ്ങ് പറയുന്നുണ്ട്, നമുക്കും കേട്ടണൊക്കെ അങ്ങനെ തോന്നുന്നു. പക്ഷെ എങ്ങനെയും ഇയാളിത് ഒതുക്കി പൂച്ച എടുത്ത് മേളിൽ എത്ര നമ്മൾ കറക്കി കിട്ടാലും അവൻ 4ാം കാലയിലെ വീഴത്തുള്ളൂ. ഇപ്പൊ ഇന്നലെ നമ്മൾ വിചാരിച്ചത് നാളെ ഇന്ന് രാജ്യം എന്നുള്ള രീതിയിൽ, കാരണം അതിനകത്ത് ഈ മറ്റവരുടെ കൂട്ട് നോക്കിയിരിക്കത്തൊന്നുമില്ല. അത് പിണറായി പറയും രാജി എഴുതി കൊണ്ടുവരാൻ പറയും. രാജി നടന്നതിനെ മാത്രമല്ല 1 മാസമേ ഉള്ളൂ. ഈ റിസ്കിനൊന്നും ഗണേഷ് കുമാർ നിൽക്കത്തില്ല. കാരണം അടുത്ത 2-ആഴ്ചയ്ക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഗണേഷ് കൊടുത്ത ഒരു പണി, അതായത് ഗണേഷ് പെണ്ണ് പിടിച്ചു, പണി കിട്ടിയത് കോൺഗ്രസിന് എന്നുള്ള രീതിയിൽ അതിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് 5000 പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരാരോപിക്കുന്നത് അതിനകത്ത് ശരിയാകുന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് സമ്മതിക്കുന്നു. അതിൻ്റെ പേരിലൊന്നും എൻ്റെ പേരിൽ ആരോപണങ്ങൾ വേണ്ട, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ആരാണെന്ന് എൻ്റെ ജനത്തിന് അറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഈ പെണ്ണുമൊക്കെ പിടിക്കുന്നവനാണെന്ന് അവർക്കൊക്കെ അറിയാം. അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നെ ജയിപ്പിക്കും എന്നുള്ള രീതിയാണ് പുള്ളിയുടെ ഉദ്ദേശം. ഞാൻ ആരാണെന്ന് അവർക്കറിയാം. അപ്പൊ അത് ഇങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ പേരിലില്ലേ ആരോപണം, അതെ തീർന്നില്ലയോ? അപ്പൊ ഇന്നലെ ജബി മേത്തർ ചാടിയെടുത്ത് കാര്യം വല്ലതും ഉണ്ടോ? ശരിയാ, പുല്ല് പോലും കുറുക്കത്തില്ല. ഉള്ളതാ ജവഹർലാൽ നെഹ്റുവിന്റെ, നമുക്ക് ആക്ഷേപമൊന്നുമില്ല. ഇന്നലെ ഈ പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ആരോപണമുണ്ട്. ഒന്നല്ല, കണ്ടമാന സ്ത്രീകളിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ചില ആരോപണങ്ങൾ നമുക്ക് ഒരിക്കലും വെളിയിൽ പറയാൻ കൊള്ളുന്നത് പോലുമല്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള ആരോപണമുണ്ട്. അതൊക്കെ നമ്മളത് പറയുന്ന പോലും, അതൊക്കെ അറിയാവുന്നവർക്കറിയാം, അല്ലെങ്കിൽ അതൊക്കെ പ്രശസ്തമാണ്. എല്ലാ രീതിയിലും എല്ലാ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉള്ള ഒരാൾ. അപ്പം അങ്ങനെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലും ഉണ്ടെങ്കിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ളതുപോലെ അതിൻ്റെ പബ്ലിസിറ്റിയും വ്യക്തതയും ചർച്ചയും അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ എത്ര പറയുമ്പോഴും ഇദ്ദേഹത്തിന് ഭാര്യമാരെന്നും പരാതിപ്പെടാനുണ്ട്. മനസ്സിലായില്ലയോ? ഇദ്ദേഹത്തിന് കൂടുതൽ പരാതിപ്പെടുകയോ അവർ വെളിയിൽ പോവുക. അപ്പം ആദ്യമേ എന്തോ അവരുടെ പേര് ഡോക്ടറാണ്, അവര് പരാതിപ്പെട്ടു, പേരൊന്നും ഓർക്കുന്നില്ല, ഡോക്ടറാ പോട്ടെ. ഇനി അവരിനി നമ്മുടെ ഗണേഷ് കുമാറിനെ കൈകാര്യം ചെയ്ത ടീം അമ്മടുത്ത് പറയുക നിന്നെ പരിചയാക്കുമെന്ന് പറഞ്ഞ. അപ്പൊ ഗണേശന്റെ ഭാര്യയെ ഗണേശനെ കൈകാര്യം ചെയ്യാൻ നോക്കണമെങ്കിൽ അവരും അത്ര മോശമൊന്നുമല്ല. അപ്പൊ അവരെ നമ്മൾ വിട്ട് അടുത്ത 2ാമത് വന്നു. ഇവരും മോശമല്ല, ഇന്നലെ അറിഞ്ഞിടത്തോളം ബന്ധുബലവും വിളിക്കുക മോശം വരള്ള ആൾ വരത്തില്ലല്ലോ. അപ്പൊ അടുത്തത് ഇവിടെ പരാതിയാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി കൊടുത്തു. അത് ഇപ്പൊ ഒരു പരിഗണനയുമില്ല. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ജയിലിൽ കിടന്നുള്ളൂ ഉപ്പാട് പണ്ടേനെ. ഈ പുതിയ നിയമവും കേസും ഒക്കെ ആയിട്ട് മോട്ടിലാൽ നെഹ്റു ഇതൊക്കെ സഹിക്കുന്നു, അനുഭവിക്കുന്നു, ഭാര്യ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. ഇനി പുള്ളിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചു കാണും. കാരണം അതൊരു ഭാര്യയുടെ ജോലിയാണല്ലോ. മറ്റു പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു പല ആസ്വാദനങ്ങളൊക്കെ പുള്ളി വേറെ ആൾക്കാരോട്. ഈ ഗാന്ധിജി ഒന്നല്ല, ഗാന്ധി കണ്ടില്ലേ തോളലും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നലെ PC ജോർജ് പറഞ്ഞു ഇയാളുടെ പണി ഇതൊക്കെ തന്നെ ആയിരുന്നല്ല, ഇയാളിവിടെ നമ്മളല്ല പറഞ്ഞ PC ജോർജ് പറയാം ഇയാളിവിടെ എന്തോ ചെയ്തെന്നായി പറഞ്ഞു. ഇയാൾ ഈ പെണ്ണുങ്ങളുടെ തോളെ കൂടെ ഒക്കെ ഞാൻ എന്നെ കൂടെ തെക്കോട്ടും മുടക്കോട്ടും നടന്നതല്ലാതെ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്, വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പം അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ഇത് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ദേഹോപദ്രവം ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകം ഈ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ഉണ്ടായിരുന്ന MO മത്തായി, അതേ ഈ ഫിറോസ് ഖാൻഡിയുടെ ഭാര്യ ഇന്ദിരാഗാന്ധിയെ കുറിച്ച്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വളരെ ഷീ എന്ന് പറയുന്ന ഒരു പേജിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്.
നമ്മൾ അതൊക്കെ തുറന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, PDF ആയിട്ടൊക്കെ നമുക്ക് വായിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് കൃത്യമായിട്ട് തുറന്നു പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ കുറെ ബഹളം വെച്ചുകൊണ്ട് പൊങ്കാല ഇട്ടുകൊണ്ട് കുറെ എണ്ണം വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഗണേശിനെ പറയാനുള്ള യോഗ്യത കോൺഗ്രസിനുള്ള, കോൺഗ്രസിനെ പറയാനുള്ള യോഗ്യത ഗണേശിനും ഇല്ല എന്നുള്ളതാണ്. ഗണേശനില്ല. അപ്പൊ അതിനകത്ത് വീഡിയോസ് ഉണ്ട് അയാൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇന്ദിരാഗാന്ധി ആരായിരുന്നെന്നും അവരുടെ മോറൽ അതിനും രാജ്യത്തിനകത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവർ മുഖാന്തരം അവരുടെ ഈ നെഹ്റു രാജ്യം പാകിസ്ഥാനുമായിട്ടുള്ള കരാറുകൾ പോലും ചില താല്പര്യങ്ങളുടെ പേരിൽ, ചില ഇതുപോലുള്ള ബന്ധങ്ങളുടെ പേരിൽ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യ താല്പര്യമല്ലാതെ ഇതുപോലുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ഇപ്പോഴും ദോഷം അനുഭവിക്കുന്ന പല കരാറുകൾ പോലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ വ്യക്തത വരുത്തിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയാനൊന്നുമില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ ഏറ്റവും അവസാനത്തെ ഈ കൊച്ചിയിറങ്ങൻ ഈ കേസുകാരൻ പയ്യൻ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം. ആ മക്കള് പെണ്ണുംപിള്ള ഉണ്ടെന്നോ, പിന്നെ ഒരു അഫ്ഗാൻ രാജ്ഞിയുടെ ഗർഭിണിയാക്കിയിട്ട് അവർ നിർബന്ധപൂർവ്വം അബോർട്ട് ചെയ്താണ് ഇവന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടാന്ന്. കാരണം ഇവൻ പിന്നെ 2-3 പിള്ളേരുണ്ടെന്നോ അത് മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ കൂടുള്ളതാണെന്ന് അറിയത്തില്ലയോ. ഏത് ബ്ലിക്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ലോകത്തിലെ. ആ പത്രത്തിന് വലിയ വാല്യൂ ഉള്ളതാണ്. കാരണം പലരും ഈ പല വാർത്തകളും ഒക്കെ നോക്കുന്ന, അല്ലാതെ നിസ്സാരമായിട്ടുള്ള ഒരു പരാതിയില്ലല്ലോ. കാരണം ഒരു പരാതിയില്ല, ഒരു പ്രശ്നവും ഇല്ല. കാരണം ഉമാരെ ഏറ്റവും തെളിവ് സഹിതമായി എടുത്തുകൊണ്ട് വന്നേ. ഇനിയും അവിടുത്തെ പരാതി പറയാനും ചലഞ്ച് ചെയ്യാനും ഒക്കെ പോയാലേ അവർ ഈ സാധനത്തിൻ്റെ എല്ലാം കൂടെ ഫോട്ടോയും അല്ലെങ്കിൽ മറ്റേതിനെല്ലാം കൂടെ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയേച്ച് പോയാലേ ആവത്തില്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ആരോപണമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയില്ലല്ലോ, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പം ഇതിനകത്ത് പിന്നെ ഓരോരുത്തരെയും പരിശോധിക്കുമ്പം പിന്നെ ആരും ഇതുപോലെ വന്നിട്ടില്ല, ഒതുക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പം ഈ ഗണേഷ് കുമാറിൻ്റെ പരാതിക്കകത്ത് അല്ലെങ്കിൽ പരാതിയും കൊണ്ട് വന്നപ്പോൾ കേസുകാരൻ വന്നപ്പോൾ JB മേത്തർ മേപ്പോട്ടി ആടിയപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വരുമ്പം അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞ ഒറ്റ പേരേ ഉള്ളൂ, ജവഹർലാൽ നെഹ്റുവിനും എനിക്കും കണ്ടമാനം പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പരാതിയായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എനിക്കിപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് 5000 ഉണ്ടോന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടോ? 5000. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ പുള്ളി അവിടെ ഡബിളാ 10000 കണക്കിന് പുള്ളിക്കുണ്ട്, ഇദ്ദേഹത്തിന് 5000 ഉണ്ട്. ഒരു വിവാഹ ജീവിതം ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്, ഒരു പുരുഷന്റെ സ്ത്രീയെ തന്നെ ചുമക്ക ഒരു പിന്നെ എങ്ങനെ 5000 പുള്ളി ചുമക്കുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഇത് സ്ഥിരമായിട്ടൊരു സംവിധാനമായിട്ട് കൊണ്ടുനടക്കുമ്പോഴേ നാശമാവുന്നേ. ഈ നമ്മളൊക്കെ ഈ പഴഞ്ചൊല്ലി പറയും, തേയില മേടിച്ച് വീട്ടിൽ മേടിച്ച് പാലും ഒക്കെ വെച്ച് കാവ് കുടിച്ചു വെള്ളോട്ടിറങ്ങി 2-10 രൂപ ഒക്കെ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകും. ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൺസെപ്റ്റും എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളും ഒക്കെ പിന്നെ അതെങ്ങനെയോ സംഭവിച്ചു വന്നു. അച്ഛനും ഒക്കെ ഒരു സമയം കഴിച്ചേ ഒക്കത്തുണ്ട്, ആ കുടുംബം നിലനിർത്തണ്ടായ മറ്റേ ഇല്ലേ മറിച്ച് അങ്ങനെ നാശം ഉണ്ടാക്കി വരുന്നു. അന്നേരം കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നു. പുള്ളി ഇത് ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി. അവരിപ്പോ ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ വിറച്ച് നാശമാക്കി. അല്ലെങ്കിൽ ഇവരെ ആരാണ്ട് വിളിച്ചു വരുത്തില്ല, പാലക്കാട്ടൊന്ന് വണ്ടി വിട്ടോ, ഇന്ന് മറ്റേ ആള് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഈ പറഞ്ഞ കഷ്ടി അവിടെ കാണും, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് കൊടുക്കാൻ വരത്തില്ല. 6 മാസം കൊണ്ട് പോയിക്കുന്ന പെണ്ണും കൂടെ പാലക്കാട്ടും ഓടി വരുവാ. ഓടി വന്നു കാര്യങ്ങൾ നടത്തിയപ്പോൾ അന്നേരം ഇവരെ പറഞ്ഞു വിട്ടവരും പ്രകോപിപ്പിച്ചവരും പ്രയോജനപ്പെടുത്താൻ നിന്നവരും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ ഇത് തന്നെ ഗണേശൻ ഇതാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഇയാളെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞൊന്നും ആരായിട്ട് ബോധിച്ചു കൊടുത്തു, പക്ഷേ നീ എൻ്റെ പണി നോക്കും, നീ അവൻ്റെ കൂടെ കാണാൻ പോയി, എനിക്ക് ഇതൊക്കെ അറിയത്തില്ലായിരുന്നു, ഇതൊന്നും കാര്യമാക്കണ്ട, നിനക്കും വേണേ വല്ലയിടത്തോട്ടും പോവും. മനസ്സിലായില്ലയോ? അല്ലാതെ ഇവനെ നന്നാക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും മന്ത്രിയാ കീട്ട് കുടുംബത്തില്ല, അതിൻ്റെ കൂടെ കിടക്കും. ഇനി വിട്ടുപോയിട്ട് എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി ഞാൻ മുമ്പേ ഇതിനകത്ത് പറഞ്ഞ പോലെ വരട്ടുവോ പറിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്ത് കാണും. അങ്ങനെ ഇത് നിന്നു, അങ്ങനെ ഇത് തീർന്നു എന്ന് പറയും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കഥ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഇവിടുത്തെ എന്തോ എടുത്താലും അത് മേടിച്ച് അപ്പുറത്തുള്ളവൻ മേടിച്ച് ഇവനെ അടിക്കുക, അല്ലെ പുലിയുടെ വാലയെ പിടിക്കും തന്നെ. പുലിയുടെ വാലയെ പിടിക്കുന്ന ഒരു കഥയും കൂടെ എന്തോന്നറിയോ, പുലിയുടെ വാലയെ പിടിച്ചാൽ വീട്ടിൽ പോകാനൊക്കത്തില്ല, വിട്ടാ നമ്മളെ കൊല്ലും. വിടാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ പോകണ്ടേ? അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാനൊക്കെ കുറെ വെള്ളക്കായ്ക്ക് അത് കഴിട്ടോ അല്ലേ? അപ്പൊ ഇതതിൻ്റെ ഒരവസ്ഥ.